നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്ക്. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചകോടിക്ക് ശേഷം ദ്വിദിന സന്ദർശനത്തിനായി മോദി നാളെ ഗയാനയിലേക്ക് യാത്ര തിരിക്കും. ഗയാനയിൽ കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. G20 ഉച്ചകോടിക്കായി ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ, യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ-സിസി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി സഖ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളായിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായുള്ള ചർച്ച. ബ്രിട്ടനുമായുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നതിനുള്ള ചർച്ചകളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി മോദി നടത്തിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനീഗ്രോ എന്നിവരുമായി മോദി ചർച്ചകൾ നടത്തി. നാളെ ഗയാനയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ പ്രതിരോധ രംഗങ്ങളിലെ കരാറുകളിൽ ഒപ്പിടും. 56 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. ഇന്ദിരാഗാന്ധി 1968 ഗയാന സന്ദർശിച്ചിരുന്നു. ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെ മോദി അഭിസംബോധന ചെയ്യും. 15 കരീബിയൻ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും മോദി പങ്കെടുക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. അതിർത്തി പ്രശ്നത്തിൽ പ്രത്യേക പ്രതിനിധികളുടെ യോഗം ഉടൻ വിളിക്കാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. നേരിട്ടുള്ള വിമാന സർവീസുകളും കൈലാസ മാനസരോവർ തീർത്ഥാടനവും പുനരാരംഭിക്കാനുള്ള നീക്കങ്ങളും ഊർജിതമാണ്. G20 ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കാനുള്ള ചർച്ചകൾ നടന്നത്. യാത്രക്കാരുടെ എണ്ണത്തിൽ കുതിപ്പ് തുടർന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ വർഷം 3-ാം പാദം വരെ 6,86,00,000 യാത്രക്കാരെ സ്വീകരിച്ചതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. 6.3% 3-ാം പാദത്തിൽ മാത്രമുള്ള യാത്രക്കാരുടെ വർധന. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാത്രമല്ല, ജീവിക്കാനും ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും ആഗോളതലത്തിൽ ആകർഷകമായ സ്ഥലമെന്ന നിലയിൽ ദുബായ് മാറിയതിന്റെ തെളിവാണിതെന്ന് ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫിറ്റ്സ് പറഞ്ഞു. ഇക്കാലയളവിൽ 1,11,300 വിമാന സർവീസുകളാണ് നടത്തിയത്. 9 മാസത്തെ കണക്കനുസരിച്ച് 3,27,700 വിമാന സർവീസ് നടത്തിയതായും അധികൃതർ വ്യക്തമാക്കി. മലയാളി യുവാവ് കുവൈറ്റിൽ മരിച്ചു. കോഴിക്കോട് താമരശ്ശേരി അടിവാരം സ്വദേശി പുത്തൻവീട്ടിൽ മുനീറാണ് മരിച്ചത്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അദാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. കുവൈറ്റ് KMCC സംഘടിപ്പിക്കുന്ന മഹാസമ്മേളനം തെംകീൻ 2024 നവംബർ 22 വൈകിട്ട് 6 അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, KM ഷാജി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 3ാമത് അഹമ്മദ് എക്സലൻസി അവാർഡ് MA ഹൈദർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ SM ഹൈദരലിക്ക് കൈമാറും. കുവൈറ്റ് KMCC അംഗങ്ങളെയും പ്രവാസികളെയും ശാക്തീകരിക്കാൻ ആവശ്യമായ ചർച്ചകളും പദ്ധതികളും നടപ്പിൽ വരുത്തുക എന്നതാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. കുവൈറ്റ് KMCC പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ, ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി, ഹാരിസ് വള്ളിയോത്ത്, സിറാജ് എരഞ്ഞിക്കൽ, ഫറൂഖ് ഹംദാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് നാളെ വിധിയെഴുത്ത്. കേരളപ്പോര് പവേർഡ് ബൈ KLM Maxima ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. പാലക്കാട് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കിയ പത്രപരസ്യത്തിൽ വെട്ടിലായ CPIM. സന്ദീപ് വാര്യരുടെ പഴയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി സുന്നി വിഭാഗങ്ങളുടെ പത്രങ്ങൾ നൽകിയ പരസ്യമാണ് വിവാദത്തിലായത്. തെരഞ്ഞെടുപ്പ് മോണിറ്ററിംഗ് സമിതിയുടെ അനുമതിയില്ലാതെയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചത്. സരിൻ തരംഗം എന്ന തലക്കെട്ടോടെ സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ LDF നൽകിയ പരസ്യമാണ് വിവാദവും പിന്നീട് പൊല്ലാപ്പുമായത്. തിരഞ്ഞെടുപ്പ് ദിനത്തിലോ കുട്ടിക്കലാശം കഴിഞ്ഞുള്ള അടുത്ത ദിവസമോ TV പത്രപരസ്യങ്ങൾ നൽകാൻ 96 മണിക്കൂർ മുൻപ് പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങണം. MCMC സെല്ലാണ് പരസ്യം പരിശോധിക്കുക. എന്നാൽ വിവാദമായ പരസ്യത്തിന് LDF അനുമതി വാങ്ങിയിട്ടില്ല. മറ്റു പരസ്യങ്ങൾക്ക് അനുമതി വാങ്ങുകയും ചെയ്തു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും C കൃഷ്ണകുമാറിന്റെയും പരസ്യങ്ങൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ LDFന്റെ സന്ദീപിനെ വിമർശിച്ചുള്ള പരസ്യത്തിന് മാത്രം അനുമതിയെടുത്തില്ല. ഇത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പരസ്യത്തിൽ പ്രതികരണവുമായി സമസ്ത രംഗത്തെത്തി. പരസ്യവുമായി സമസ്തയ്ക്ക് ബന്ധമില്ലെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും വ്യക്തമാക്കി. നേട്ടമാകുമെന്ന് കരുതിയ പരസ്യം വലിയ പൊല്ലാപ്പായി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി വിശദീകരണം നൽകേണ്ട അവസ്ഥയിലാണ് LDF. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പത്രപരസ്യത്തിൽ വാക്പോരുമായ നേതാക്കൾ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിനോട് പരസ്യത്തെ UDF താരതമ്യപ്പെടുത്തുമ്പോൾ പരസ്യം നൽകിയതിൽ അസ്വാഭാവികതയില്ലെന്ന് LDF പറയുന്നു.
പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് വിവാദം ഒടുവിൽ എത്തിനിൽക്കുന്നത് LDFന്റെ പത്രപരസ്യത്തിൽ. തിരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കുന്നതിനാണ് പത്രപരസ്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പരസ്യം വെള്ളത്തെ തീപിടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിനോട് പരസ്യത്തെ ഉപമിച്ച് ഷാഫി പറമ്പിൽ MPയും. വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലകുനിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ. അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ആ പാഷാണം വർക്കിയുടെ നിലയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തരംതാണ് പോയിരിക്കുന്നത്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഈ പരസ്യം അത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ CPM കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആ 2 പത്രങ്ങളുടെ വായനക്കാരെ സംബന്ധിച്ച് എന്താ CPM മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? അവരുടെ രാഷ്ട്രീയ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ CPM? ഇങ്ങനൊരു പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന വിഭാഗീയ ചിന്തകളുടെ പിന്നാലെ അവരങ്ങ് വരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് വ്യാജ സ്ക്രീൻഷോട്ടുകളാണെന്ന് സന്ദീപ് വാര്യരുടെ പ്രതികരണം. പഴയ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സന്ദീപ്. പഴയ കാലത്തെ ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥം എന്താ ഉള്ളത്? ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ. പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിംഗ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ പത്രപരസ്യത്തിൽ അപാകതയില്ലെന്നാണ് LDF പ്രതികരണം. സമൂഹത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ് പത്രപരസ്യത്തിൽ ഉള്ളത്. എല്ലാ പത്രങ്ങളിലും പരസ്യം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അനുമതി തേടി അനുമതി വാങ്ങിയിട്ടാണ് പരസ്യം കൊടുത്തിട്ടുള്ളത്. ഇനി അല്ലാന്ന് ആക്ഷേപമുള്ളവർ പരാതി കൊടുക്കട്ടെ. സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പബ്ലിക് ഡൊമൈനിൽ ഉള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത്. അന്ന് നോവാത്ത ഷാഫിക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം നോവുമ്പോൾ ആ നോവൽ എന്ത് നോവലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണ്? ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിന്റെ ചതിയുടെ ഭാഗമാണ്. പരസ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് UDF തീരുമാനം. 24 പാലക്കാട്. കടുത്ത ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങിയ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മുഖ്യ വരണാധികാരി ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര വ്യക്തമാക്കി. 28 ദിവസം നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷമാണ് നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. UDF, NDA, LDF മുന്നണികളുടെ സ്ഥാനാർത്ഥികളടക്കം മൊത്തം 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ജനവിധി തേടുന്നത്. 1,94,706 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ മൊത്തം 184 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1,500 വോട്ടർമാരിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓക്സിലറി ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രവും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സ്ട്രോങ് റൂമുമുള്ള വിക്ടോറിയ കോളേജിൽ നിന്നായിരുന്നു പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ഇരട്ട വോട്ട് ആരോപണം CPIM ഇന്നും ആരോപിച്ച സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് പുതിയ വോട്ടറായിട്ട് ഫോം 6-ൽ അട്ടിമറി ഉദ്ദേശിച്ച് തന്നിട്ടുള്ളവരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പ്രത്യേക ലിസ്റ്റാക്കി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്. കൊടുമ്പ് പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന കണ്ണാടി പഞ്ചായത്തിലെ ചില ബൂത്തുകളാണ് കൂടുതൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. 24 പാലക്കാട്. നാടിനെ ഞെട്ടിച്ച ആലപ്പുഴ കരൂരിലെ അരുംകൊല. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് പ്രതി ജയചന്ദ്രൻ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തൊട്ടടുത്ത പറമ്പിൽ കുഴിച്ചുമൂടിയത്. പ്രതിയുമായി നടത്തിയ തിരച്ചിൽ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. നടക്കുന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ 24ലൂടെയാണ് പുറത്തുവന്നത്. ഈ മാസം 6-നാണ് കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി വിജയലക്ഷ്മിയെ കാണാതാകുന്നത്. തുടർന്ന് സഹോദരി 13-ാം തീയതി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച കരുനാഗപ്പള്ളി പോലീസ് വിജയലക്ഷ്മിയുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നവംബർ 6-ന് രാത്രിയോടെ ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മി അവിടെ തങ്ങി. ഇതിനിടയിൽ പുലർച്ചെ വിജയലക്ഷ്മിക്കെത്തിയ ഫോൺ കോൾ ജയചന്ദ്രനെ പ്രകോപിപ്പിച്ചു. ഇരുവരും തമ്മിൽ വാക്കുതർക്കം. വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ ചേർത്തിടിച്ചെന്നാണ് ജയചന്ദ്രന്റെ മൊഴി. മരണമുറപ്പിക്കാൻ തുണികൊണ്ട് ശ്വാസം മുട്ടിച്ചു.
പിന്നാലെ വെട്ടുകത്തികൊണ്ട് അബോധാവസ്ഥയിലായ വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി. മരണം സ്ഥിരീകരിച്ച പ്രതി വീടിന്റെ പിൻഭാഗത്ത് വീട് നിർമ്മാണത്തിനായി ജോലി നടക്കുന്ന വസ്തുവിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പ്രതി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. വിജയലക്ഷ്മിയുടെ വസ്ത്രങ്ങൾ സമീപത്തെ മറ്റൊരു വീട്ടിലിട്ട് കത്തിക്കുകയും ചെയ്തു. അന്വേഷണമുണ്ടായാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വിജയലക്ഷ്മിയുടെ ഫോണുമായി എറണാകുളത്തെത്തി കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ബസ് പുറപ്പെടും മുൻപ് ഫോൺ ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ എറണാകുളം സെൻട്രൽ പോലീസിൽ ഫോൺ ഏൽപ്പിക്കുകയായിരുന്നു. ഫോണിലെ വിവരങ്ങളും ജയേന്ദ്രന്റെ മൊഴിയിലെ വൈരുദ്ധ്യവും മനസ്സിലാക്കിയ പോലീസ് ഞായറാഴ്ച ശക്തികുളങ്ങരയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം നടത്തിയെന്ന് പോലീസിനോട് പ്രതി കുറ്റസമ്മതം നടത്തിയത്. ഒരു മാൻ മിസ്സിംഗ് കേസിൽ കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണമാണ് കേരളത്തെ നടുക്കിയ മറ്റൊരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഇത് കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ കൂടി ഉദാഹരണമായി മാറുകയാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. ഗൾഫ് ഫോക്കസ് തുടരുന്നു. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുന്നത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം നാളെ. അടുത്ത വർഷം ടീം കേരളത്തിലെത്തും. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ കേരളത്തിലെത്തുമെന്നാണ് സൂചന. കേരളത്തിൽ 2 മത്സരങ്ങളാവും കളിക്കുക. ഏഷ്യയിലെ പ്രമുഖ ടീമുമായും ദേശീയ ടീമുമായും ഓരോ മത്സരങ്ങൾ കളിക്കും. അടുത്ത വർഷം ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും അർജന്റീന ടീം കേരളത്തിൽ പന്ത് തട്ടുക. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നാളെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാൻ കായിക വകുപ്പ് നേരിടുന്ന പ്രധാന പ്രശ്നം ഉയർന്ന സാമ്പത്തിക ബാധ്യതയാണ്. എന്നാൽ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താനാകുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ ഉറച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആത്മീയ നേതാവിനെ അല്ല, മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി. പിണറായി വിജയനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചാൽ ശക്തമായ മറുപടി നൽകുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയായെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ചൊല്ലി വാക്പോര് തുടരുകയാണ്. അതിനിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ വിമർശനം മുഖ്യമന്ത്രി ആവർത്തിച്ചു. രാഷ്ട്രീയ പാർട്ടി നേതാവ് സ്വീകരിക്കേണ്ട നിലപാടല്ല സാദിഖ് അലി സ്വീകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും സ്വീകരിക്കുന്ന തീവ്രവാദ നിലപാടിനോട് ലീഗ് സമരസപ്പെട്ടെന്നും മുഖ്യമന്ത്രി. ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞു തുള്ളലാണ് പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളെക്കുറിച്ചാണ്. സാദിഖ് അലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIM നേതാക്കൾ ഇന്നും രംഗത്ത്. രാഷ്ട്രീയത്തിൽ എല്ലാവരും വിമർശന വിധേയരെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വിമർശന വിധേയരാകും, സ്വാഭാവികമാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കുന്നതിൽ പുതുമയായിട്ടൊന്നുമില്ല. വിമർശിക്കരുത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ വിമർശനം ക്ഷണിച്ചുവരുന്ന പ്രസ്താവനയിൽ നിന്നും രാഷ്ട്രീയ പ്രചാരണത്തിൽ നിന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറി നിൽക്കണമെന്ന് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. അധികാരത്തിനുവേണ്ടി ലീഗ്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൗലിക കക്ഷികളുമായി ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനം സ്വാഭാവികമാണെന്ന് CPIM. CPIMന് മറുപടിയുമായി KM ഷാജി. സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ജമാഅത്ത് അനുഭാവ പ്രയോഗം എത്രമാത്രം വിഡിത്തം നിറഞ്ഞതാണെന്നും അതെത്രമാത്രം സംഘീയ പ്രീണനമാണെന്നും ഒരു സംഘീയ അനുഭാവിയായിട്ടുള്ള മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു എന്നത് മാത്രമാണ് അതിൽ രാഷ്ട്രീയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക തുടർച്ചയായ 2ാം ദിവസവും ലേഖനമെഴുതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരന്റെ പരാമർശം വിവാദത്തിൽ. നാട് മുഴുവൻ ഒലിച്ചുപോയിട്ടില്ലെന്നും 3 വാർഡ് മാത്രമാണ് ഒലിച്ചുപോയതെന്നുമായിരുന്നു വി മുരളീധരന്റെ പരാമർശം. പരാമർശത്തിനെതിരെ LDFും UDFും രംഗത്തെത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം അനുവദിക്കാത്തതിനെ ന്യായീകരിക്കാനുള്ള വാദങ്ങളുമായിട്ടായിരുന്നു വി മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇതിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വിവാദമായ ആ ഉത്തരമെത്തി. 2 പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ഒലിച്ചുപോയത്. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയിട്ടില്ലെന്നും വി മുരളീധരൻ. ഒരു പഞ്ചായത്തിലെ 3 വാർഡ്, നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ആയിക്കോട്ടെ, അല്ലല്ല നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ. വി മുരളീധരന്റെ പരാമർശത്തിൽ പ്രതിഷേധവുമായി CPIMും കോൺഗ്രസും രംഗത്തെത്തി. ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതാണ് മുരളീധരന്റെ പ്രസ്താവനയെന്ന് T സിദ്ദിഖ് MLA. ഈ 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ, മരിച്ചവർ മനുഷ്യരല്ലേ, പരിക്കുപറ്റിയവർ മനുഷ്യരല്ലേ.
അവശേഷിക്കുന്നവർ മനുഷ്യരല്ലേ. BJPയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കും. മലയാളികളെ പരിഹസിക്കുന്നതാണ് പ്രസ്താവനയെന്ന മുൻ MLA-യും CPIM നേതാവുമായ CK ശശീന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചെന്ന് വ്യക്തമാക്കാൻ മുരളീധരൻ തയ്യാറാവണം. ഇത് കേരളത്തിലുള്ള രാഷ്ട്രീയ വിവേചനമാണ്. രാഷ്ട്രീയ വിവേചനം കൊണ്ട് കണ്ണു കാണാത്ത രീതിയിലാണ് വായി തോന്നുന്നത് വിളിച്ചു പറയാൻ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് തയ്യാറാവുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത് മലയാളികളെ അപമാനിക്കുന്നതാണ്. പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് KSU കൽപ്പറ്റയിൽ വി മുരളീധരന്റെ കോലം കത്തിച്ചു. തിരുവനന്തപുരം, വയനാട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF UDF മുന്നണികൾ ആഹ്വാനം ചെയ്ത വയനാട് ഹർത്താൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഹർത്താൽ അനുകൂലികൾ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. രാവിലെ 6 മുതൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ലക്കിടി, ചുണ്ട, കൽപ്പറ്റ, മേപ്പാടി, ബത്തേരി, മാനന്തവാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധം. ദീർഘദൂര KSRTC ബസ്സുകളടക്കം വഴിയിൽ കുടുങ്ങി. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. വ്യാപാരികളും ഹർത്താലിനോട് സഹകരിക്കുന്ന നിലപാടാണ് എടുത്തത്. UDF 3 നിയോജക മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. LDF പലയിടത്തും പ്രകടനങ്ങൾ നടത്തി. 24 വയനാട്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. പരാതിക്കാരി പരാതി നൽകാൻ വൈകിയതും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാതിരുന്നതും ഉൾപ്പെടെ പരിഗണിച്ചാണ് ജാമ്യം. ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതി നിശ്ചയിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചത്. 2016 നടന്നെന്ന് പറയുന്ന സംഭവത്തിൽ പരാതി നൽകാൻ 8 വർഷത്തെ കാലതാമസം എടുത്തു. ഫേസ്ബുക്ക് വഴി ആരോപണം ഉന്നയിച്ചെങ്കിലും പോലീസിൽ പരാതി നൽകിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സംരക്ഷണത്തിലാണ് പരാതി നൽകാൻ ധൈര്യം ലഭിച്ചത് എന്ന് പറയുമ്പോഴും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ പരാതിക്കാരി തയ്യാറായിട്ടില്ല എന്നീ കാര്യങ്ങൾ പരിഗണിച്ചാണ് ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ച് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വലിയ ആശ്വാസമായി. എൻ്റെ കുടുംബത്തിൻ്റെയും നടക്കമുള്ള പ്രാർത്ഥന പടച്ചവൻ കേട്ടു. സുപ്രീം കോടതിക്ക് നമ്മുടെ ഭാഗത്തുള്ള സത്യം ബോധ്യമായി നമുക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി പോലീസിൻ്റെ ഭാഗത്ത് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലൂടെ എൻ്റെ വാപ്പച്ചിയുടെ നിരപായത്വം തെളിയിക്കപ്പെടും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു. സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗി പരാതിക്കാരിയെ നില തിയേറ്ററിൽ വെച്ച് മാതാപിതാക്കളോടൊപ്പം മാത്രമാണ് കണ്ടതെന്നും വ്യക്തമാക്കി. സിദ്ദിഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതി നിശ്ചയിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 24 ഡൽഹി. ഗൾഫോക്കസ് തുടരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ കർണാടകയിൽ ഉടുപ്പിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 3 പേർ രക്ഷപ്പെട്ടു. മാവോയിസ്റ്റ് സംഘത്തിലെ മറ്റുള്ളവർക്കായി വനമേഖലയിൽ തിരച്ചിൽ നടത്തി. ചിക്കമംഗളൂരു ഉടുപ്പി അതിർത്തിയിലെ ഹെബ്രി വനമേഖലയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഏറ്റുമുട്ടൽ. മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. പോലീസും നക്സൽ വിരുദ്ധ സേനയും പ്രദേശത്തു പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടെ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുവാനായി വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമത്തിലേക്ക് വിക്രം ഗൌഡയും 3 കൂട്ടാളികളും എത്തി. പോലീസിനെ കണ്ട് മാവോയിസ്റ്റുകൾ ಆದ್യം വെടിയുതിർത്തുവെന്നാണ് ഔദ്യോഗിക ವಿಶದೀಕರಣ. തുടർന്ന് നടന്ന ಏಟುಮುಟ್ಟಲಿൽ ವಿಕ್ರಮ್ ಗೌಡയെ ಕೊಲೆಪಡುತ್ತಿ. ರಾಜು ಮತ್ತು ಲತಾ ಅಂತೇಳಿ ಅವರು ಇಬ್ಬರು ನಕ್ಸಲೈಟ್ಸು ಸೈಟ್ ಆಗಿದ್ರು ಅಂತೇಳಿ ಅವರನ್ನು ಆ ಏರಿಯಾದಲ್ಲಿ ಕೋಂಬ್ ಮಾಡುವಾಗ ಆದರೆ ತಕ್ಷಣ ಅವರು ಪೊಲೀಸ್ನವ್ರು ಬಂದು ಕಂಡು ತಕ್ಷಣ ಅವ್ರ ಮೇಲೆ ಫೈರ್ ಮಾಡಿದ್ದಾರೆ ಅಂತೇಳಿ ಹೇಳ್ತಿದ್ದಾರೆ. ಅದಕ್ಕಾಗಿ ಅವರು ಎನ್ಕೌಂಟರ್ ಮಾಡಬೇಕಾಯಿತು ಅಂತೇಳಿ ಎನ್ಕೌಂಟರ್ ಆಗಿದೆ. മുൻകാരു ലത, ജയണ്ണ, വനജാഷി എന്നിവരാണ് മാവോയിസ്റ്റ് സംഘത്തിലുള്ള മറ്റുള്ളവർ. ഇവർ വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. നിലമ്പൂർ കരുള ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട നേതാവാണ് വിക്രം ഗൌഡ. കേരളത്തിൽ നിന്ന്
2 മാസം മുമ്പാണ് സംഘം ഉടുപ്പി വനമേഖലയിലേക്ക് എത്തിയത്. ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ കർണാടക അതിർത്തി മേഖലകളിൽ കേരള പോലീസും നിരീക്ഷണം ശക്തമാക്കി. 24 ബംഗളൂരു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബി.ജെ.പിക്ക് നാണക്കേടായി കോഴ ആരോപണം. ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയെ പണവുമായി ബഹുജൻ വികാസ് അഘാടി പാർട്ടി പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വീര വെസ്റ്റിലെ വിവാന്ത ഹോട്ടലിൽ ഉച്ചയോടെ നടന്നത് വൻ നാടകീയ സംഭവങ്ങൾ. ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയെ പ്രാദേശിക പാർട്ടിയായ VBAയുടെ പ്രവർത്തകർ ഇരച്ചെത്തി വളഞ്ഞു. ബാഗിൽ നിന്ന് നോട്ടുകെട്ടുകൾ എടുത്ത് ഉയർത്തിക്കാട്ടി. VBA അധ്യക്ഷൻ ഹിതേന്ദ്ര താക്കൂറും മകൻ ഷിദിക് താക്കൂറും താവ്ഡെയുടെ പക്കൽ നിന്ന് കിട്ടിയതെന്ന് ആരോപിച്ച് 2 ഡയറികൾ തുറന്നു കാണിച്ചു. 15 കോടി പലർക്കായും നൽകാനുണ്ടെന്നും ആ വിവരങ്ങളാണ് ഡയറിയിലുള്ളതെന്നും ആരോപിച്ചു. 5 കോടിയാണ് ഹോട്ടലിൽ എത്തിയതെന്നും ഹിതേന്ദ്ര താക്കൂർ പറഞ്ഞു. അതിനിടെ ബി.ജെ.പി പ്രവർത്തകരും VBA പ്രവർത്തകരും ഏറ്റുമുട്ടി. പിന്നാലെ വിനോദ് താവ്ഡെയെ നടുവിലിരുത്തി VBA നേതാക്കളുടെ വാർത്താ സമ്മേളനം. साफ सफाईचं कॉन्ट्रॅक्ट आणि कागदोपत्री आहे. हे कागदोपत्री आहे, त्याचा उल्लेख सगळ्यात करायचा. माझ्याकडे नावं आहेत. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമാണ് വന്നതെന്നും ആരോപണങ്ങൾ ശരിയല്ലെന്നും വിനോദ് താവ്ഡെ വാദിക്കുന്നു. അന്വേഷണം നടക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുത്തു. വിനോദ് താവ്ഡെയുടെ വാഹനങ്ങളും മുറിയും പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയാണ് VBA നേതാക്കൾ ചെയ്തതെന്നായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തിന്റെ പരിഹാസം. സർക്കാരുകളെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാൻ BJP നടപ്പാക്കുന്ന നോട്ട് ജിഹാദാണ് പുറത്തായതെന്ന് ഉദ്ധവ് താക്കറെയും പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ BJPയുടെ നിർണായകമായ പല തന്ത്രങ്ങൾ മെനയുന്നതിന് പിന്നിലും വിനോദ് താവ്ഡെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിനോദ് താവ്ഡെ ഇപ്പോൾ വന്നുവിട്ടിരിക്കുന്ന വിവാദം അത് BJPക്ക് ഉണ്ടാക്കാവുന്ന ക്ഷീണം ഒരുപക്ഷെ വലുതാവാം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.